വിവരങ്ങളിലേക്ക്. സുൽത്താൻ ബത്തേരി ടൗണിൽ പുലി ഇറങ്ങി. പ്രദേശവാസിയായ കളരകണ്ടി സുബൈറാണ് പുലിയെ കണ്ടത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ വിവരം. ടൗണിൽ തന്നെയാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. അതിനെ ആളുകൾ കണ്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് രാവിലെ സുബൈർ എന്ന പേരുള്ള പ്രദേശവാസി കളരിക്കണ്ടി സുബൈർ എന്ന ആളാണ് ഈ പുലിയെ കാണുന്നത്. ഇദ്ദേഹം എന്നിട്ട് മറ്റുള്ളവരോട് ഈ വിവരം പറയുകയായിരുന്നു. പക്ഷേ പുലി കടന്നു പോകുന്നതായി കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനുശേഷം ചില പറമ്പുകളിൽ, അതായത് പ്രദേശത്തുള്ള ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിൽ കാൽപ്പാടുകൾ കണ്ടു. തുടർന്നാണ് CCTV ദൃശ്യം പരിശോധിക്കുന്നത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് CCTV ദൃശ്യം പരിശോധിച്ചത്. ആ പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ പുലി ചാടിപ്പോകുന്ന ആ ഒരു ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയുടെ റോഡ് മറികടന്ന് സമീപത്തെ പറമ്പിലേക്ക് ചാടുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. എന്തായാലും ഇതനുസരിച്ച് ഇത് സുൽത്താൻ ബത്തേരി നഗരത്തിന്റെ ഒത്ത ടൗണിന്റെ ഭാഗമാണ്. അതായത് ടൗണിലാണ് ഇങ്ങനെ ഒരു കാഴ്ച സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പുലിയുടെ സാന്നിധ്യം ടൗണിലുണ്ട് എന്നുള്ളത് വലിയ ആശങ്ക പരത്തുന്നതാണ്. ഈ സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ ആ പ്രദേശത്ത് ഒരുപക്ഷെ രാത്രിയിൽ വീണ്ടും ഇത് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൊന്തക്കാടുകളടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. സുർജിത്ത്, ഇതിപ്പോ അത് തിരികെ കാട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല. പകരം ആ ഭാഗത്തെ കുറ്റിക്കാടുകളിലൊക്കെ തുടരാനാണ് സാധ്യത, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് രാത്രിയിലും. സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ ഇത് രാത്രിയിൽ പുറത്തിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതെങ്കിലും പൊന്തക്കാട്ടിലോ മറ്റോ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അപകടകരമായ അവസ്ഥയുണ്ടാകും. വനമേഖല എന്ന് പറയുന്നത് അവിടെ നിന്ന് പുൽപ്പള്ളി റോഡ് കടന്നാൽ വനമേഖലയാണ്. അതോടൊപ്പം തന്നെ അല്പദൂരം പോയാൽ മൂലങ്കാടൊക്കെ കഴിഞ്ഞാൽ അത് വനമേഖലയാണ്. അങ്ങനെ വനപ്രദേശമുണ്ട്. ഒരുപക്ഷെ വനപ്രദേശത്തേക്ക് തിരികെ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷെ നിലവിൽ ഇതിന്റെ കാൽപ്പാടുകളെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് ടൗണിനോട് ചേർന്നുള്ള പറമ്പുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത്. ഇതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടനെത്തി രാത്രിയിൽ തെരച്ചിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ആ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശമാണ്. ധാരാളം വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക നിലവിലുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുമുണ്ട്. കോമ്പിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നാണ്. അവിടെ നഗരത്തിന്റെ ഒത്ത നടുക്കാണ് പുലി ഇറങ്ങിയത്. പ്രദേശവാസിയായ ഒരാൾ അതിനെ കണ്ടു. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വനംവകുപ്പ് അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അത് കാട്ടിലേക്ക് തിരികെ പോയില്ല എങ്കിൽ ആ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കും. അത് ആ നഗരഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന സംശയവുമുണ്ട്. അവിടെ പരിശോധന നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.